കേരളക്കരയിലെ സിനിമാ പ്രേമികൾക്ക് 2024 ഏറെ ആശ്ചര്യങ്ങളും അത്ഭുതങ്ങളും സമ്മാനിച്ചുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഒട്ടേറെ വമ്പൻ സിനിമകളാണ് ഈ വർഷം മലയാളത്തിന് ലഭിക്കാൻ പോകുന്നത്. മോഹൻലാൽ എന്ന പ്രതിഭാസത്തിന്റെ ഇതുവരെ കാണാത്ത വാലിബൻ എന്ന വേഷപ്പകർച്ച കണ്ട് ആവേശം അടങ്ങും മുൻപ് തന്നെ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അടുത്ത അവതാര പിറവി കാണാൻ അക്ഷമരായി കാത്തിരിക്കുകയാണ് മോളിവുഡ് സിനിമാ പ്രേക്ഷകർ. മമ്മൂട്ടി എന്ന സിനിമാ ഭ്രാന്തനായ അഭിനേതാവിന്റെ ഏറ്റവും മികച്ച സിനിമകൾ ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്നവയായിരിക്കും. അതുപോലെയാണ് പ്രേക്ഷകരെ അമ്പരിപ്പിച്ചുകൊണ്ട്, പ്രായത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അസാമാന്യമായ വേഷപ്പകർച്ചകളും പരീക്ഷണങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ മലയാളത്തിന് ലഭിക്കുന്നത് മാറ്റിവെക്കാൻ പറ്റാത്ത മികച്ച വ്യത്യസ്തമായ കഥാപാത്രങ്ങളും സിനിമകളും തന്നെയാണ്. ഫെബ്രുവരി 15 ഭ്രമയുഗം റിലീസിന് തയ്യാറെടുക്കുകയാണ്. എന്തായിരിക്കും ഭ്രമയുഗത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള ആകാംക്ഷയിലാണ് ഇപ്പോഴും പ്രേക്ഷകർ. മമ്മൂക്ക ചിത്രത്തിൽ വില്ലനാണ് എന്ന് പറഞ്ഞ സമയം മുതൽ വിധേയനിലെ ഭാസ്കര പട്ടേലരെയും പാലേരി മാണിക്യത്തിലെ അഹമ്മദ് ഹാജിയെയും പോലെ ഒരു കൾട്ട് വില്ലൻ തന്നെ ആയിരിക്കും ഭ്രമയുഗത്തിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് എന്ന പ്രതീക്ഷ തന്നെയാണ് ഭ്രമയുഗത്തിന്റെ ഓരോ അപ്ഡേഷനും നൽകിയിരിക്കുന്ന പ്രതീക്ഷയും. എന്നാൽ ഭ്രമയുഗത്തിൽ മമ്മൂട്ടിയെയും സംവിധായകനെയും പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പേര് കൂടിയുണ്ട്. ചിത്രത്തിന്റെ സഹരചയിതാവ് ടി.ഡി. രാമകൃഷ്ണൻ. മലയാള സാഹിത്യത്തിൽ ഞെട്ടിക്കുന്ന വായനാനുഭവം സമ്മാനിച്ച സാക്ഷാൽ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ടി.ഡി. രാമകൃഷ്ണൻ. അതിലെ കോരപ്പാപ്പൻ എന്ന മരണമാസ് കഥാപാത്രത്തിന്റെ മറ്റൊരു വേർഷൻ ആയിരിക്കുമോ ഭ്രമയുഗത്തിലെ മമ്മൂക്ക ചെയ്യാൻ പോകുന്നത് എന്നൊരു റൂമർ മോളിവുഡിൽ പല മാധ്യമങ്ങളും പങ്കുവെക്കുന്നുമുണ്ട്. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ കാണാൻ പോകുന്നത് മെഗാസ്റ്റാറിന്റെ ഒരു വമ്പൻ വേഷപ്പകർച്ച തന്നെയായിരിക്കും. എന്നാൽ ഒരുപക്ഷെ കോരപ്പാപ്പനെ കിടത്തിവെട്ടുന്ന ഒരു കഥാപാത്രം തന്നെയായിരിക്കും ഭ്രമയുഗത്തിൽ മമ്മൂക്കയുടെ മന്ത്രവാദിയായ കാരണവർ എന്നാണ് അണിയറ പ്രവർത്തകരും പറയുന്നത്. കുഞ്ഞുമോൻ പോറ്റി എന്നൊരു കഥാപാത്രത്തിന്റെ പേര് അണിയറ പ്രവർത്തകരിൽ ചിലർ പങ്കുവെക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും എന്നാണ് പുറത്തു വന്നിരിക്കുന്ന ഓരോ അപ്ഡേറ്റും നൽകിയിരിക്കുന്ന സൂചന. എന്നാൽ ഏറ്റവും ഒടുവിൽ ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും അനൌദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ചിത്രത്തിന്റെ കഥാപശ്ചാത്തലത്തിൽ കൊടുംകാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കാരണവരുടെ തറവാട്ടിൽ സൂര്യപ്രകാശം കിടക്കാത്ത രീതിയിൽ പൈശാചിക ശക്തികളെ നിയന്ത്രിക്കുന്ന ഒരു ദുർമന്ത്രവാദിയായ കാരണവരുടെ കഥാപാത്രമായിരിക്കും മമ്മൂട്ടി അവതരിപ്പിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം കിടന്നു ചെല്ലാത്ത ഭാഗമായതുകൊണ്ടാണ് ചിത്രത്തിന്റെ കളർ ടോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കുന്നതെന്നും എന്നാൽ സൂര്യപ്രകാശം ഉള്ള ദൃശ്യങ്ങൾ ചിത്രത്തിൽ ഉണ്ടായിരിക്കുമെന്നും ആ ദൃശ്യങ്ങൾ കളറിൽ കാണാമെന്നും ഒക്കെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതൊന്നും തന്നെ ഒഫീഷ്യലി ഉള്ള റിപ്പോർട്ടുകളല്ല. അതേസമയം ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം എന്താണെന്നും ചിത്രത്തിന്റെ കഥാഗതി എങ്ങനെയാണെന്നുമുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് വരുന്ന ആഴ്ച തന്നെ ചിത്രത്തിന്റെ ഒരു കിടിലൻ ട്രെയിലർ പുറത്തേക്ക് എത്തുമെന്നും അണിയറ പ്രവർത്തകർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം ഭ്രമയുഗം എന്തൊക്കെ രീതിയിലാണ് പ്രേക്ഷകരെ ഭ്രമിപ്പിക്കാൻ പോകുന്നത് എന്ന വിശേഷങ്ങൾക്കായി. ഭൂതകാലം എന്ന ഒറ്റ ചിത്രം കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ സംവിധായകൻ മലയാളത്തിന് പരിചിതമല്ലാത്ത എന്നാൽ ഏറെ മികച്ച നിലവാരത്തിൽ തന്നെ ഒരു ഹൊറർ എക്സ്പീരിയൻസ് തന്നെയാണ് ഭൂതകാലത്തിലൂടെ നൽകിയിരിക്കുന്നത്. ചെറിയ ബജറ്റിൽ ചെറിയ താരനിരയിൽ എത്തിയ ഭൂതകാലത്തിൽ രാഹുൽ സദാശിവൻ അത്രയും ചെയ്തെങ്കിൽ വലിയ ക്യാൻവാസും മമ്മൂട്ടിയെ പോലെ പ്രഗത്ഭനായ ഒരു സൂപ്പർ ആക്ടറെയും ലഭിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്ന ആകാംക്ഷ തന്നെയാണ് ഓരോ പ്രേക്ഷകരുടെയും ഉള്ളിൽ. ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കും മറ്റ് അപ്ഡേറ്റ്സിനുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽസ്.